മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. ഹല്ലേലൂയ. എൻ്റെ പ്രിയപ്പെട്ട 3 കുടുംബാംഗങ്ങളെ, ഇപ്പം നിങ്ങൾ മെയിൽ അയക്കുമ്പോൾ ചില ആൾക്കാർ മേലിക്കും. ഞാൻ 2ാമത്തെ കുടുംബത്തിൽപ്പെട്ട ആളാണ്. നിങ്ങൾ എന്തായാലും എല്ലാം കേൾക്കുകയും എല്ലാം അനുസരിക്കുകയും ചെയ്യുന്നത് വലിയ സന്തോഷം. പക്ഷെ വചനം അനുസരിക്കുന്നില്ല എന്നുള്ളത് എനിക്ക് മനസ്സിലാവുന്നുണ്ട്. ഇതനുസരിക്കുന്നതിനേക്കാൾ കൂടുതൽ ശക്തി വചനം അനുസരിക്കുമ്പോൾ കർത്താവ് തരും. കർത്താവ് പ്രത്യേക അനുഗ്രഹിക്കട്ടെ. കുഞ്ഞുങ്ങളെ, നിങ്ങൾ എത്രാമത്തെ കുടുംബം എന്നറിയോ? നിങ്ങൾ 1ാമത്തെ കുടുംബമാണ് കേട്ടോ. പ്രൈസ് ദി ലോർഡ്. പ്രിയമുള്ള സഹോദരങ്ങളെ, ഇന്ന് പ്രത്യേകിച്ച് ഞാൻ ഒരു ആശീർവാദം തരാൻ ഉദ്ദേശിക്കുന്നത്, ഈ വീഡിയോ അനേകർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുന്ന എല്ലാവർക്കും മാസത്തിൽ ഒരു ആശീർവാദം അവകാശപ്പെട്ടതാണ്. അപ്പം അതുകൊണ്ട് നിങ്ങൾ ആർക്കെങ്കിലും വീഡിയോ അയക്കുന്നുണ്ടെങ്കിൽ ആ ആശീർവാദം ഫലം പുറപ്പെടും. ഇന്ന് മാത്രം അയച്ചുകൊണ്ട് കാര്യമില്ല കേട്ടോ. പ്രൈസ് ദി ലോർഡ്. പ്രിയമുള്ള സഹോദരങ്ങളെ, അതിനുവേണ്ടി പ്രത്യേകം ആശീർവദിക്കാം. ഒരു നന്മ പറഞ്ഞവരെ നമ്മൾ ചൊല്ലി പ്രാർത്ഥിക്കാൻ വേണ്ടി പോകുന്നത്, ഇന്ന് ഞാനൊരു നിയോഗം മനസ്സിൽ വെച്ചിട്ടുണ്ട്. ആ നിയോഗത്തിന് വേണ്ടി പ്രാർത്ഥിക്കാം. നിങ്ങളുടെ പ്രാർത്ഥന ചില സമയത്ത് അത്ര ഉഷാറാകുന്നില്ല എന്ന് എനിക്ക് മനസ്സിലാകുന്നുണ്ട്. തീർച്ചയായും ഹൃദയം ചേർത്ത് വെച്ച് പ്രാർത്ഥിക്കുക. പ്രത്യേകം നിയോഗം വെക്കുകയാണ് കേട്ടോ. നമുക്ക് പ്രാർത്ഥിക്കാം. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിന് ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനുടെ അപേക്ഷകളുടെ ആമേ. പ്രൈസ് ദി ലോർഡ്. പ്രിയമുള്ള സഹോദരങ്ങളെ, ഇന്നത്തെ നമ്മുടെ വിഷയത്തിന്റെ തലക്കെട്ട്, നിങ്ങൾ ഏകാഗിയായി കഴിയാൻ കാരണം ഇതാണോ? നിങ്ങൾ ഒരു പക്ഷേ ഏകാഗി അല്ലാന്ന് ഉടനെ പറഞ്ഞിട്ടുണ്ടാവും. എന്നാലും ചിലപ്പോഴൊക്കെ ഒരു ഏകാന്തത ചിലപ്പോൾ നമുക്ക് വരാം. ജെറമിയ പ്രവചനത്തിൽ 15-ാമത്തെ അധ്യായത്തിന്റെ 17-ാമത്തെ വാക്യം, ബുക്ക് ഓഫ് ജെറമിയ ചാപ്റ്റർ 15 വേഴ്സ് 17, അവിടെ വചനം വെളിപ്പെടുന്നത് ഇങ്ങനെയാണ്: ഉല്ലാസ ജീവിതം നയിക്കുന്നവരോട് ഞാൻ സഹവസിക്കുകയോ അവരോട് സന്തോഷിക്കുകയോ ചെയ്തില്ല. അങ്ങയുടെ കരം എൻ്റെ മേലുണ്ടായിരുന്നത് കൊണ്ട് ഞാൻ ഏകാഗിയായി കഴിഞ്ഞു. ജെറമിയ വലിയ സന്തോഷത്തോടെ പറയാം, ഈ ലോകത്തിന്റെ ആർഭാടങ്ങള്, ഈ ലോകത്തിന്റെ ഗ്യാതറിങ്ങുകള്, ഈ ലോകത്തിന്റെ കൂട്ടുകെട്ടുകള്, ഈ ലോകത്തിന്റെ ക്ലബ്ബുകള്, ഈ ലോകത്തിന് അതുപോലെയൊക്കെയുള്ള പല സൊസൈറ്റികള്, പല പരിപാടികള്, അങ്ങനെ വെറുതെ ഉല്ലസിച്ച് സ്വലോലുപത അങ്ങനത്തെ ജീവൻ നയിക്കുന്ന കൂട്ടത്തിൽ ഞാൻ പോയില്ല. എന്ന് മാത്രമല്ല, അങ്ങനത്തെ പരിപാടികൾക്ക് പോയിട്ട് ഇങ്ങനെ സന്തോഷിക്കുക ഞാൻ പോയില്ല, എൻ്റെ പ്രിയപ്പെട്ട സഹോദരൻ. പക്ഷെ അങ്ങയുടെ കൂടെ എന്തുണ്ടാണെന്നറിയോ? എൻ്റെ കൂടെ അങ്ങയുടെ കരം ഉണ്ടായിരുന്നു. അതുകൊണ്ടാണെന്നല്ല, എനിക്ക് ഈ നഷ്ടങ്ങളോ അല്ലെങ്കിൽ അവരുടെ കമ്പനി കിട്ടിയില്ല, ഇതൊന്നും എന്നെ ബാധിച്ചിട്ടില്ല. ഓക്കെ, അങ്ങയുടെ കരം എൻ്റെ പോലെ ഉണ്ടായിരുന്നു. ഞാൻ ഏകാഗിയായിട്ട് കഴിഞ്ഞു. എൻ്റെ പ്രിയപ്പെട്ട സഹോദരൻ, അതുപോലെ ശരിക്കും ചില കാര്യങ്ങൾ നമുക്ക് ശരിക്കും, ഞാൻ ഉള്ള കാര്യം തുറന്നു പറയട്ടെ, നമ്മൾ ശരിക്കും ഈശോയുടെ വചനങ്ങൾ അനുസരിച്ച് ജീവിക്കാൻ തുടങ്ങിയാൽ എല്ലാവരുടെയും കൂട്ടുകെട്ട് സപ്പോർട്ട് നിങ്ങൾക്ക് കിട്ടില്ല. മനസ്സിലാക്കി വെച്ചോ, അനുഭവത്തിൽ എന്നാണ് പറയുന്നത്. അപ്പം അതുകൊണ്ട് പക്ഷെ നമ്മൾ ഭയങ്കര ഹാപ്പി ആയിരിക്കും. കാരണം എന്താ? കർത്താവിന്റെ കരമല്ലേ നമ്മുടെ മേലുള്ളത്. പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ട് ഒരു പക്ഷേ നമ്മുടെ ജീവിതത്തിൽ എന്ന് വിചാരിച്ച് മനുഷ്യരോട് ബന്ധം പാടില്ല എന്നൊന്നല്ല പറഞ്ഞത്, വചനം ലംഘിക്കുന്ന തരത്തിലുള്ള കാര്യങ്ങൾക്ക് പോകാതിരിക്കുക. അപ്പോൾ കുറച്ചുപേര് ഏകാന്തത വരും. ആ ഏകാന്തതയ്ക്ക് സിമ്പിൾ കേസ്, കർത്താവിന്റെ കരമല്ലേ കൂടെയുള്ളത്. ഇപ്പൊ ജെറമിയ പറയുന്ന പോലെ പറയാൻ വേണ്ടി പറ്റണം കേട്ടോ. അല്ലാതെ എന്നെ എല്ലാവരും മാറ്റി നിർത്തി നമ്മൾ അവരുടെ കമ്പനി കൂടാത്തതുകൊണ്ട്, അവരുടെ മദ്യപരിപാടിക്ക് കൂടാത്തതുകൊണ്ട്, അവരോട് കുറ്റം പറയാത്തതുകൊണ്ട് മാറ്റി നിർത്തി. വെരി ഗുഡ്. കർത്താവിന്റെ കരമല്ലേ കൂടെയുള്ളത്. പ്രൈസ് ദി ലോർഡ്. ശുഭത്തെ അനുഗ്രഹിക്കട്ടെ. നമുക്ക് ഒരുമിച്ച് സ്തുതിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവ് ഈശോയെ വചനം കേട്ട ഓരോരുത്തരും അനുഗ്രഹിക്കുക. പരിശുദ്ധാത്മാവ് നിറയട്ടെ. കർത്താവ് ഉല്ലാസ ജീവിതം, ആർഭാടത്തിന്റെ ജീവിതം, സുഖലോലുപത ജീവിതം, അങ്ങനത്തെ കൂട്ടുകെട്ട് അത് പോകാതെ ഒറ്റയ്ക്ക് കഴിയുന്നതിന്റെ അവസ്ഥയുള്ള ഓരോരുത്തരും മേലും കർത്താവ് ഉണ്ടെന്നുള്ള ബോധ്യം ഇപ്പോൾ കൃപയായി നിറയട്ടെ. കർത്താവേ, അതിൽ ഉറച്ചു നിൽക്കാനുള്ള കൃപ ഇവർക്ക് ലഭിക്കട്ടെ. ഇവരെ പഠിപ്പിക്കുന്ന ദുഷ്ടാരിയോട് യേശുനാമത്തിൽ ബന്ധം വിട്ടുപോട്ടെ. കർത്താവ് പ്രത്യേകിച്ച് ഈ വീഡിയോ ഫേസ്ബുക്കിലോ യൂട്യൂബിലോ അല്ലെങ്കിൽ വാട്സപ്പ് വഴിയൊക്കെ ആർക്കെങ്കിലുമൊക്കെ ഷെയർ ചെയ്യുന്നവരുണ്ടെങ്കിൽ, കാരണം 1 മിനിറ്റ് 1/2 മിനിറ്റ് ആണെങ്കിലും ഷെയർ ചെയ്യാൻ വേണ്ടി അത്ര സമയം ഒരു ചെലവഴിക്കുന്നുണ്ടല്ലോ. ചില കർത്താവ് 10,000 പേർക്ക് ഷെയർ ചെയ്യുന്നവരുണ്ട്. അവർക്ക് 5-10 മിനിറ്റ് എടുക്കുമല്ലോ. കർത്താവ് അവരുടെ സമയം അതെല്ലാം ഇവർ സുവിശേഷം ചെലവഴിക്കാണല്ലോ. അവരെല്ലാം അനുഗ്രഹിക്കണം കർത്താവ്. അവർക്കെല്ലാം ധാരാളം കൃപ കൊടുക്കണം. സുവിശേഷ വേല ചെയ്തവന്റെ ആത്മാവിനെ സ്വർഗത്തിൽ അറിയുന്ന കർത്താവേ, ശുദ്ധീകരണ സ്ഥാനം കൂടാതെ സ്വർഗത്തിൽ പോകാൻ തക്ക വിധം ഇവരെ അനുഗ്രഹിക്കുന്ന കർത്താവ് ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.